അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ലിയോ 14 പാപ്പയുടെ ചാപ്ലിനായി പെറുവിയൻ വൈദികനായ ഗില്ലർമോ ഇങ്കപെരേഡയെ നിയമിച്ചു. ലിയോ 14 പാപ്പയാണ് ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തിയത്. സഭയ്ക്കും പരിശുദ്ധ സിംഹാസനത്തിനും അദ്ദേഹം നൽകിയ വിശിഷ്ട സേവനങ്ങളെ മുൻനിർത്തിയാണ് പാപ്പയുടെ ഈ പ്രത്യേക ബഹുമതി. നിലവിൽ പെറുവിലെ സൈനിക രൂപതയിലെ വൈദികനായ അദ്ദേഹം 2011 മാർച്ച് മുതൽ പെറുവിയൻ ബിഷപ്പ് കോൺഫറൻസിന്റെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച് വരികയായിരുന്നു. വിദ്യാർത്ഥികളുടെ സമഗ്ര വളർച്ചയിൽ കേരള കത്തോലിക്ക വിദ്യാർത്ഥി പ്രസ്ഥാനം വഹിച്ച പങ്ക് വലുതെന്ന് പിതാവ് ഓർമ്മിപ്പിച്ചു. സംസ്ഥാന ചെയർപേഴ്സൺ നേഹ മരിയ ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു ചങ്ങങ്കേരി, സംസ്ഥാന ഡയറക്ടർ ഫാദർ ലിജോ ഓടത്തക്കൽ, അതിരൂപത ഡയറക്ടർ ഫാദർ ജോജോ പള്ളിച്ചിറ, ഫാദർ ടോണി ചെത്തിപ്പുഴ, ഫാദർ റോജി വല്ലയിൽ തുടങ്ങി നിരവധി പേർ സന്നിഹിതരായിരുന്നു. ലോകരാജ്യങ്ങൾക്കിടയിൽ ശക്തി പ്രകടനങ്ങൾക്കും യുദ്ധങ്ങൾക്കും പ്രാധാന്യം കൂടുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകി ലിയോ 14 പാപ്പ. യുദ്ധങ്ങൾക്ക് മുൻഗണന നൽകുന്നതിന് പകരം നയതന്ത്ര ചർച്ചകൾക്ക് പ്രാധാന്യം നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. വത്തിക്കാനിലെ വിദേശ നയതന്ത്ര പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പാപ്പ തന്റെ ആശങ്ക അറിയിച്ചത്. അതോടൊപ്പം ലോകമെമ്പാടും ക്രൈസ്തവർക്കെതിരെ വർദ്ധിച്ചു വരുന്ന പീഡനങ്ങളെ പാപ്പ ശക്തമായി അപലപിച്ചു. ഏകദേശം 380 ദശലക്ഷം ക്രൈസ്തവർ കടുത്ത വിവേചനവും പീഡനവും നേരിടുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭാരത ജനസംഖ്യയുടെ 3% താഴെ മാത്രം വരുന്ന ക്രൈസ്തവർ മൈക്രോ ന്യൂനപക്ഷമാകയാൽ ഒരു വോട്ട് ബാങ്കാകുവാനുള്ള ജനസംഖ്യാപരമായ പരിമിതി കാരണം പലപ്പോഴും അവഗണിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ ഭരണ ഉദ്യോഗസ്ഥ കേന്ദ്രങ്ങളിൽ നിന്നും കടുത്ത നീതി നിഷേധത്തിന് ഇരയാക്കപ്പെടുന്നുവെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഉപരാഷ്ട്രപതിക്ക് നൽകിയ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. വിശുദ്ധ നാട്ടിലേക്ക് കൂടുതൽ തീർത്ഥാടകർ എത്തണമെന്നും വാക്കുകൾ കൊണ്ട് മാത്രമല്ല സാന്നിധ്യം കൊണ്ട് മാത്രമേ ഭയത്തെ അതിജീവിക്കാൻ കഴിയുകയുള്ളൂവെന്നും ഫാദർ ഫ്രാൻസിസ്കോ എൽപോ. ജനുവരി 7-ാം തീയതി റോമിൽ നിന്നെത്തിയ വൈദികരും രൂപതയിലെ ജോലിക്കാരും മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടുന്ന സംഘത്തെ ജെറുസലേമിലെ ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തിന്റെ കേന്ദ്രത്തിൽ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ തീർത്ഥാടകർ എത്തുന്നത് വഴി പ്രാദേശിക സമൂഹത്തിന് സാമ്പത്തികമായ സഹായം കൂടിയാണ് ലഭിക്കുകയെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.